Hi friends, welcome to Arabian Motoring. Arabian Motoring ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി Mercedes Benz GLS 580 2021 മോഡലാണ്. ഈ വണ്ടി നമുക്കിന്ന് തന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ MBS ഓട്ടോമോട്ടീവ് ആണ്. അവർ നമുക്ക് ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വന്ന് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവരെ ഫോളോ ചെയ്യുക. ഒരുപാട് അടിപൊളി വണ്ടികൾ നിങ്ങൾക്ക് അവരുടെ പേജിലും കാണാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. മെഴ്സിഡസ് ബെൻസിൻ്റെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന SUV ആണ് GLS 580 എന്ന് പറയുന്നത്. ഇത് 2021 മോഡൽ വണ്ടിയാണ് ഈ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഏതാണ്ട് 4 ലക്ഷം ദിറത്തിന് മേളിൽ വില വരുന്നതാണ് ഈ വണ്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 80-85 ലക്ഷം രൂപ വരും. അതിൽ MBSൻ്റെ ഏതാണ്ട് 100,000 ദിറംസിന് മേളിൽ ഒരു 20-25 ലക്ഷത്തിൻ്റെ മോഡിഫിക്കേഷനും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു ഫ്രണ്ട് സൈഡിലേക്ക് വരുവാണെങ്കിൽ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. ഈ AMG സ്പെസിഫിക് ഗ്രില്ലാണ്. പക്ഷേങ്കിൽ ഈ ഒരു ക്രോം ഫിനിഷൊക്കെ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ലുക്ക് തന്നെ ഈ വണ്ടിക്ക് സമ്മാനിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമ്മുടെ ബെൻസിൻ്റെ ബാഡ്ജിങ് അതേപോലെ തന്നെ ഉണ്ട്. ഇവിടെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഈ ഒരു സൈഡ് ലൈൻസ് ആണെങ്കിലും ഒരു അഗ്രസീവ് ലുക്ക് ഈ വണ്ടിക്ക് മൊത്തത്തിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ താഴെ നമുക്ക് എയർ വെൻസും അതേപോലെ തന്നെ സെൻസേഴ്സും ക്യാമറസും കാണാൻ പറ്റുന്നുണ്ട്. വണ്ടിയിൽ ഇവിടെ എല്ലാം നമുക്ക് ഇത് ക്യാമറയാണ്. ഇവിടെ സെൻസേഴ്സ് ഉണ്ട്, പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്, പിന്നെ എയർ ഡാംസ് ഉണ്ട്. ഹെഡ്ലൈറ്റിലേക്ക് വരുവാണെങ്കിൽ ഇത് ഒരു മൾട്ടി ബീം LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. വണ്ടി ബ്ലാക്ക് കളർ തന്നെ ആയതുകൊണ്ട് ഒരു കാണാൻ തന്നെ ഒരു പ്രത്യേക അഴകാണ് ഫ്രണ്ടിൽ നിന്ന്. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ AMG സ്പെസിഫിക് അലോയ് വീൽസ് ആണ് വന്നിരിക്കുന്നത്. കാലിപ്പേഴ്സ് ഇത് ബ്രേക്ക് കാലിപ്പേഴ്സ് പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ റെഡ് കളർ പെയിൻറ്റിങ് കൂടെ ഒക്കെ വരുമ്പോൾ ഇത് ഒരു നല്ല അടിപൊളി ലുക്ക് തന്നെ സമ്മാനിക്കുന്നുണ്ട്. 275/45 R21 ആണ് പെരുളിയുടെ ടയർസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ ഈ വണ്ടിയിൽ അപ് ടു 23 ഇഞ്ച് ടയർ സൈസ് വരെ പോകാനുള്ള ഓപ്ഷൻ അവൈലബിൾ ഉണ്ട്. പല രീതിയിലുള്ള മോഡിഫിക്കേഷൻസും കസ്റ്റമൈസേഷനും വരുത്താൻ പാക്കേജസ് അവൈലബിൾ ആണ് മെഴ്സിഡസ് ബെൻസിൽ നിന്ന് ഈ ഒരു വണ്ടിക്ക്. അവരുടെ എല്ലാ ലൈനിലും ഉള്ള പോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ ഓട്ടോമാറ്റിക് പവർ ഫോൾഡിങ് സൈഡ് മിറേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ അണ്ടർനീത്ത് ക്യാമറ വരുന്നുണ്ട് നമുക്ക് ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ സൈഡിൽ ഒരു ക്രോം സൈഡ് സ്റ്റെപ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ ബാക്കിലും ഫ്രണ്ടിലും ഫെൻഡർ ഫ്ലെയർസും ആഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് സൈഡിലാണെങ്കിലും ഒരു ക്രോം ഗട്ടർ ഗ്രില്ല് പാസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്ര ഹൈറ്റുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഈസി ആയിട്ട് നമുക്ക് കയറാനൊക്കെ ഈ ഒരു സൈഡ് സ്റ്റെപ്സ് വളരെ ഹെൽപ്ഫുള്ളാണ്. വണ്ടിയുടെ റിയർ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു സ്പോയിലേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ബ്രേക്ക് ലൈറ്റ് ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്. പിന്നെ ഫോമാറ്റിക് GLS 580 എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബെൻസിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. ഇവിടെ MBS എന്ന് പറയുന്നത് MBS ഓട്ടോമോട്ടീവിൻ്റെ ആ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവർ ഈ വണ്ടി കസ്റ്റമൈസ് ആയിട്ടുള്ള ഇവരുടെ പാക്ക് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു MBS ബാഡ്ജിങ് അഡീഷണൽ ആയിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെയാണെങ്കിലും AMG സ്പെസിഫിക് റിയർ സ്പോക്സ് വന്നിട്ടുണ്ട്. ഇവിടെ ബാക്ക് സൈഡിലും ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ക്യാമറ വന്നിട്ടുണ്ട്. പിന്നെ സെൻസേഴ്സും റിയർ സെൻസേഴ്സും വന്നിട്ടുണ്ട്. ഈ വണ്ടി പുറത്തുനിന്ന് കാണാൻ മാരക ലുക്കാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിലെ കാഴ്ചകൾ കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിൽ ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇൻറ്റീരിയറിൽ ഈ സീറ്റിങ്സ് ആണ് MBS ഇവിടെ എക്സ്ട്രാ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ലൈറ്റിങ്ങും. പിന്നെ ബാക്ക് സൈഡിൽ ഞാൻ റിയർ സീറ്റിൽ ഇരിക്കുമ്പോൾ കാണിക്കാം ബാക്ക് സൈഡിൽ എന്തൊക്കെയാണ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ടിൽ ഇവർ ഓൾറെഡി GLS 580 അത്യാവശ്യം നല്ല നല്ല സ്പോർട്ടി ആയിട്ടുള്ള നല്ല ലെതർ സീറ്റിംഗാണ്. അതിൽ ഇപ്പം MBSൻ്റെ ഒരു ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് റേഞ്ച് സീറ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി മാരക ലുക്കാണ് ഇൻറ്റീരിയർ കാണാൻ തന്നെ. അപ്പോൾ നമുക്ക് സൈഡ് ഡോറിൽ സീറ്റിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മസാജിങ് സീറ്റ്സും പിന്നെ ബ്രംസ്റ്ററിൻ്റെ ഏതാണ്ട് 19ഓളം സ്പീക്കേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ സ്പീക്കേഴ്സ് ഇവിടെ നിങ്ങൾക്ക് ഒരെണ്ണം ഇവിടെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ബോട്ടിൻ്റെ ഓപ്പണിംഗ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേസ് അതിനുള്ള ഒരു കപ്പ് ഹോൾഡർ പോക്കറ്റ് ഹോൾഡറും ഈ സൈഡിലുണ്ട്. ഇവിടെ നമുക്ക് ഈ സൈഡ് സ്റ്റെപ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് വണ്ടിക്കകത്തേക്ക് കയറാം. അപ്പോൾ വണ്ടിക്കകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലൊരു മാരക പാക്കേജ് തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. കാരണം ഇത്രയും കിടലിനായിട്ടാണ് ഇവരുടെ ഓരോ വർക്കും MBS ചെയ്യുന്നത്.
ഭയങ്കര എന്താ പറയുക ഒരു എക്സ്ട്രീം ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു വേർഷനായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലാണ് പാർക്കിംഗ് ബ്രേക്ക്, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് ഒക്കെ ഈ സൈഡിലാണ് വരുന്നത്. ഇത് ലെതർ ഫിനിഷുള്ള ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് 2 സ്ക്രീൻസാണ് വരുന്നത്. ഒന്ന് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആയിട്ടും മറ്റേത് ഒരു FM അല്ലെങ്കിൽ മൾട്ടിമീഡിയ ഒരു സ്ക്രീനായിട്ടുമാണ് വരുന്നത്. പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് വന്നിട്ട് ഈ സൈഡിലാണ് ഗിയർ ഷിഫ്റ്റിംഗ് വരുന്നത്. പിന്നെ സ്റ്റിയറിംഗിനുള്ള കൺട്രോൾസ് എന്ന് പറയുന്നത് ഇവിടെ മീഡിയ കൺട്രോൾസും അതേപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾസുമാണ് ഈ സ്റ്റിയറിംഗിൻ്റെ സൈഡിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ പവർ സ്വിച്ച് വരുന്നുണ്ട്. AC-യുടെ വെൻസ് 1 2 3 4 വെൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ 2 സൈഡിലും വെൻസ് ഉണ്ട്. ഈ സ്ക്രീനിൻ്റെ 2 സൈഡിലോട്ട് വെൻസ്, ആ സൈഡിലും നിങ്ങൾക്ക് വെൻസ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇതിൻ്റെ ടോഗിൾ കൺട്രോൾസ് വരുന്നുണ്ട്. പല മോഡ്സ് ഉള്ള നമുക്ക് AC കൺട്രോൾസ്, അതേപോലെ തന്നെ എയർ ബാഗ്സ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷന്, പിന്നെ നമ്മുടെ മൾട്ടിമീഡിയ കൺട്രോൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഈ നമുക്ക് സ്ക്രീൻ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെയും വരുന്നുണ്ട്. ഈ സ്റ്റിയറിംഗിൻ്റെ അതേപോലെ തന്നെയുള്ള കൺട്രോൾസ് ആണ് ഈ സൈഡിലും ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് യൂസ് ചെയ്ത് നമുക്ക് ഈ സ്ക്രീൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ വണ്ടി ആക്ച്വലി എയർ സസ്പെൻഷൻ ഓപ്ഷനുള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള സ്വിച്ചാണ് ഈ ഒരു എയർ സസ്പെൻഷൻ്റെ സ്വിച്ച് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട്. സീറ്റിലെ ഈ ഒരു ലൈറ്റിങ് നല്ല രസമുണ്ട്. കാരണം നൈറ്റ് ടൈമിലൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു ആംബിയൻ ലൈറ്റായിട്ട് ഈ ബ്ലൂ കളർ ലൈറ്റിങ് വരുന്നുണ്ട്. അപ്പോൾ MBSൻ്റെ സീറ്റിംഗ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി മസാജിങ്, പിന്നെ സീറ്റ് കൂളിങ്, വെന്റിലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഈ സീറ്റിൽ പാക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഇവിടെ വണ്ടിക്കകത്ത് പനോരമിക് സൺറൂഫ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം സൺറൂഫ് ഓപ്പൺ ആവുന്നുണ്ട്. ഇതിൻ്റെ കൺട്രോൾ വരുന്നത് ആക്ച്വലി ഇവിടെയാണ്, ഈ പനോരമിക് സൺറൂഫിൻ്റെ കൺട്രോൾ വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് പല ലൈറ്റിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ വരുന്നുണ്ട്. പിന്നെ MBSൻ്റെ ആക്ച്വലി മറ്റൊരു കാര്യം ഇതിൽ എന്തുമാത്രം ക്ലിയർ ആയിട്ട് കാണാമെന്ന് എനിക്കറിയത്തില്ല, പകൽ സമയം ആയതുകൊണ്ട്. എന്നാലും ഇവിടെ കാണാൻ വേണ്ടോ സ്റ്റാർലൈറ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു MBSൻ്റെ ലൈറ്റിംഗ് പാക്കേജ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നൈറ്റ് ടൈമിലൊക്കെ ഈ ഒരു സ്റ്റാർലൈറ്റ് ഒക്കെ ഇട്ട് ബാക്ക് സൈഡിൽ സീറ്റിലിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുന്നത് ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഇരിപ്പ് തന്നെ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രമാത്രം ക്ലാരിറ്റി ആയിട്ട് ആ ലൈറ്റ്സ് കാണാമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ ലൈറ്റ്സ്, ബ്ലൂ കളർ ലൈറ്റ്സ് ഈ സൈഡിൽ കൂടെ എല്ലാം ഉണ്ട്. നൈറ്റാണ് ഇത് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിലൊരു നൈറ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാനായിരിക്കും ഏറ്റവും അടിപൊളി. അത് ഒരു ദിവസം ഒരു നൈറ്റ് ഡ്രൈവ് എക്സ്പീരിയൻസും കൂടെ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. MBSൻ്റെ ഈ ഒരു പാക്ക് ആഡ് ചെയ്ത ഈ 580-യുടെ ഫ്രണ്ട് സീറ്റും ഇവിടുത്തെ എന്താ പറയുക ഇരിപ്പും എനിക്ക് നന്നായിട്ട് പൊതിച്ചു. അപ്പോൾ നമുക്കിനി റിയർ സീറ്റിലൊന്ന് ഇരുന്ന് നോക്കാം, അതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, റിയർ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ് ആക്ച്വലി ഈ വണ്ടിയുടെ. അപ്പോൾ ഇതും ഡോറിൻ്റെ സൈഡിൽ സ്പീക്കറും സീറ്റിൻ്റെ കൺട്രോൾസും ഒക്കെ വന്നിട്ടുണ്ട്. ഇത് 5 സീറ്റ് ഉള്ളത് ഒരു സീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ബക്കറ്റ് സീറ്റ് ആക്കിയേക്കാണ്. ഒരു സീറ്റ് റിമൂവ് ചെയ്തിട്ട് ആ നടുക്കൊരു പോർഷൻ എക്സ്ട്രാ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് സീറ്റിൻ്റെ കൺട്രോൾസിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഇത് ആക്ച്വലി ഫ്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് കാലൊക്കെ പൊക്കി വെച്ച് ഒന്ന് കിടക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ട് ഈ വണ്ടിക്കകത്ത്. നമുക്കൊന്ന് ഇരുന്ന് നോക്കാം ഇതിനകത്ത് എങ്ങനെ ഉണ്ടെന്ന്. എനിക്ക് വയ്യ. അപ്പോൾ സ്റ്റാർലൈറ്റ് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഒരു സ്റ്റാർലൈറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പകൽ സമയം ആയിട്ട് കൂടി ഈ പുറകെ സൈഡിലെ ഇരിപ്പ് ഒരു നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. മൊത്തത്തിലൊരു കൊട്ടാര സദൃശ്യമായ ബാക്ക് സൈഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ ഒരു പോർഷനൊക്കെ MBSൻ്റെ എക്സ്ട്രാ അഡീഷൻസിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നോർമലി ഇവിടെ എയർ വെൻസും കാര്യങ്ങളൊക്കെ താഴെ വരുന്നു. അപ്പോൾ ഇവിടെ എയർ വെൻസ് സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ കൺട്രോൾസ് ഉണ്ട്. ഇത് ഈ സ്റ്റാർലൈറ്റിൻ്റെ പല ലൈറ്റ്സ് ചേഞ്ച് ചെയ്യാനുള്ള റിമോട്ട് വരുന്നുണ്ട്. പിന്നെ കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു സ്റ്റോറേജ് ബോക്സും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൺട്രോൾസ് എല്ലാം വരുന്നത് ഇതിനകത്ത് കോമ്പാക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് മറ്റൊരു കൺട്രോൾ ബോക്സ്, ഒരു സ്റ്റോറേജ് ബോക്സ് ഈ ഒരു പോർഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാക്കിൽ സ്ക്രീൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സ്ക്രീൻസ് ഇവിടെ ബാക്കിലിരിക്കുന്നവർക്ക് എൻ്റർടൈനിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീൻസ് ഈ ബാക്ക് സൈഡിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണാം നിങ്ങൾക്ക് ഈ ഒരു സീറ്റിലും എക്സ്ട്രാ സ്പീക്കേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ AC-യുടെ വെൻസ് ഈ സൈഡിൽ വന്നിട്ടുണ്ട്. അങ്ങനെ
മൊത്തത്തിലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ ബാക്കിലിരിക്കാൻ തന്നെ. ഇപ്പൊ ഈ പകൽ സമയത്ത് ഈ വെട്ടത്തിൽ ഇവിടെ ഇരുന്നിട്ട് തന്നെ എനിക്കൊരു നല്ലൊരു കൂളായിട്ടുള്ള ഒരു ഫീലാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് MBS ഈ വണ്ടിയിലേക്ക് പാക്ക് ചെയ്തിരിക്കുന്ന എക്സ്ട്രാ ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് റിയർ ബൂട്ട് സ്പേസും കൂടെ ഒക്കെ ഒന്ന് നോക്കിയേക്കാം ബാക്ക് സൈഡിൽ നിന്ന്. സോ ഈ അഡ്ജസ്റ്റബിൾ സീറ്റ് ഇതാണ്. ഇവിടെയാണ് സീറ്റിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത്രയും സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്ക് സൈഡും പുറകിലേക്ക് കുറച്ച് ചരിച്ച് ഒരു മൊത്തത്തിൽ വണ്ടിയിൽ കിടന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് MBS ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്റീരിയർ ഫ്രണ്ടും ബാക്ക് സൈഡ് സീറ്റുകളും എക്സ്പീരിയൻസ് നമ്മൾ കണ്ടു ഓൾറെഡി. നമുക്കിനി റിയർ ബൂട്ട് സ്പേസും കൂടെ ഒന്ന് നോക്കിയേക്കാം. ഇതാണ് വണ്ടിയുടെ ബൂട്ട് സ്പേസ് വരുന്നത്. ഇപ്പോൾ ഇത്രയും ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. ഇവിടെ ഇതിനടിയിൽ ഒരു എക്സ്ട്രാ ഒരു സ്പേസും കൂടെ ഉണ്ട് ടയറും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ സൈഡിൽ ഇവിടെ നമുക്ക് എയർ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ ഒരു ഫീച്ചറിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ആക്ച്വലി സീറ്റ് നമുക്ക് ഫ്രണ്ടിലേക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ അത് ഇതിൻ്റെ ഒറിജിനൽ വരുന്ന സീറ്റ്സിനുള്ള ഓപ്ഷൻസ് ആണ്. ഇപ്പോൾ ഇത് നമ്മൾ കസ്റ്റം ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഫീച്ചേഴ്സ് ഒന്നും ഇപ്പോൾ ഇതിലില്ല. GLS 580 AMGയുടെ എൻജിൻ സ്പെക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 4 ലിറ്റർ ബൈ ടർബോ V8 എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. വിത്ത് EQ ബൂസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. 480 HP-ൽ 516 ആണ് ഇതിൻ്റെ ഒരു ടോക്ക് എന്ന് പറയുന്നത്. ഇതൊരു ഓൾ വീൽ ഡ്രൈവ് വണ്ടിയാണ് വരുന്നത്. 5 സെക്കൻഡ്സിൽ 0 to 100 km സ്പീഡ് അച്ചീവ് ചെയ്യാൻ ഈ വണ്ടിക്ക് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഈ 580S-ന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റിൽ എന്നെ അറിയിക്കുക. ഇത് എക്സ്പോർട്ടിനുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്കത് ഡ്രൈവ് ചെയ്ത് റിവ്യൂ എടുക്കാനുള്ള ലിമിറ്റേഷൻ ഉണ്ട്. സോ ഇതൊരു വോക്കർ ആൻഡ് റിവ്യൂ ആയിട്ട് കണക്കാക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വണ്ടികളുമായിട്ട് ഞാൻ ഇനി വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കണ്ട. സൈനിങ് ഓഫ്, ജെറിൻ ഫ്രം അറേബ്യൻ മോട്ടോറിംഗ്.